ഹേ ഗായ്സ്, അപ്പോൾ രാവിലെ തന്നെ മാസ്കൊക്കെ ഇട്ടിട്ട് എങ്ങോട്ടാന്ന് വെച്ചാൽ ഇന്ന് വർക്ക് ഉണ്ട് കേട്ടോ. എടപ്പാൾ പൊന്നാനിക്കാരിയായിട്ടോ എനിക്ക് അധികം വർക്ക് വരുന്നത് എടപ്പാൾ. ഈ വർക്ക് എനിക്ക് പെട്ടെന്ന് കിട്ടിയതാണ് കേട്ടോ. കാരണം 2 ദിവസം മുമ്പായിരുന്നു ബ്രൈഡ് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആളുടെ എൻഗേജ്മെൻ്റ് ആണ്. ആൾ സ്വന്തമായിട്ട് ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്യാൻ തീരുമാനിച്ച് അങ്ങനെ നമുക്ക് കിട്ടിയൊരു വർക്കാണ്. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു ബ്രൈഡിൻ്റെ വീട്ടിലേക്ക്. സോ നമ്മൾ എടപ്പാൾ എത്തിയതിന് ശേഷം ലൊക്കേഷൻ ഇട്ടിട്ടാണ് കേട്ടോ പോയത്. നിങ്ങളുടെ വെഡ്ഡിങ് ഡേ ജനുവരി ഫെബ്രുവരി മാസത്തിലാണെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അഫോർഡബിൾ ആയിട്ട് ബ്രൈഡൽ മേക്കപ്പ് നോക്കുന്നവരോ അല്ലെങ്കിൽ പാർട്ടി മേക്കപ്പ് നോക്കുന്നവരോ ബ്രൈഡലി മേക്ക് ഓവറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ ഞാൻ പാക്കേജ് ഡീറ്റെയിൽസ് വർക്കിന് പോണ സ്ഥലങ്ങളൊക്കെ ഭയങ്കര പ്രകൃതി രമണീയത കൂടിയ സ്ഥലങ്ങളാണ് കേട്ടോ. അത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുകയും ചെയ്ത്. കാരണം മുമ്പ് വർക്കിന് പോയിട്ടുള്ള ലോങ് വീഡിയോസൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നമ്മളങ്ങനെ ബ്രൈഡിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രൈഡ് ആയിഷൻ്റെ എൻഗേജ്മെൻ്റ് ആണ് കേട്ടോ. പെട്ടെന്നുണ്ടായ പ്രോഗ്രാമാണ് കേട്ടോ. അതാണ് കേട്ടോ എന്നെ 2 ദിവസം മുമ്പ് ബുക്ക് ചെയ്തത്. അവിടെ എത്തിയ പാടെ ഞാൻ വർക്കിനുള്ള സാധനങ്ങളോ പിന്നെ എൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള സാധനങ്ങളോ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചുട്ടാ. ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. എനിക്ക് എല്ലാവരും ഓർഡറായിട്ട് കിട്ടിയാലേ വർക്ക് ചെയ്യാനൊരു കോൺഫിഡൻസ് കിട്ടുള്ളൂ. ക്രിമ്പിംഗ് ഒക്കെ കഴിഞ്ഞ പാടെ അവർ നമുക്ക് ചായ കൊണ്ടുവന്ന് തന്നിട്ടാ. അപ്പോൾ ചായ കുടിച്ചിട്ടാണ് കേട്ടോ ബാക്കി മേക്കപ്പ് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ആയിഷ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റുഡൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ആൾക്ക് ഒരു സിമ്പിളായിട്ടുള്ള ഔട്ട്ഫിറ്റാണ്. അപ്പോൾ അതിലേക്കൊരു മേക്കപ്പും ഒരു സിമ്പിൾ ഹെയർ സ്റ്റൈലും ആണ് കേട്ടോ ആൾ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിമ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഫേസ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ഒരു ക്യാമറ ആംഗിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ പ്രൊഡക്റ്റൊക്കെ അടുത്തുള്ളൊരു ടേബിളിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ ബെഡിലാണ് കേട്ടോ ട്രൈപോഡ് വെച്ചിട്ട് ക്യാമറ സെറ്റ് ചെയ്തത്. സോ അതിനുശേഷം നമ്മൾ ഫേസ് ഒന്ന് നല്ലോണം മോയ്സ്ചറൈസ് ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുത്തു കേട്ടോ. നല്ലോണം മസാജ് ചെയ്താൽ മേക്കപ്പ് നല്ലപോലെ നമുക്ക് വൃത്തിക്ക് വർക്ക് കഴിയും വരെ ഞാനും ആയിഷയും അത്യാവശ്യം സംസാരിച്ചിരുന്നു കേട്ടോ. ആൾ നല്ല കമ്പനിയാണ്. നമുക്ക് കുറച്ച് ലേറ്റായിട്ട് വർക്ക് കഴിഞ്ഞാൽ മതി. കാരണം എൻഗേജ്മെൻ്റ് ആയതുകൊണ്ട് അവിടുന്ന് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വരാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ സാവധാനം ടൈമൊക്കെ എടുത്തിട്ടായിരുന്നു കേട്ടോ മേക്കപ്പ് ചെയ്തത്. ഐബ്രോസ് ഫില്ല് ചെയ്തതിന് ശേഷം ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. കണ്ണ് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണമെന്ന് ആയിഷ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഹൈലൈറ്റ് ചെയ്തിട്ട് ഡ്രസ്സൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയിൽ ഞാൻ ഐ മേക്കപ്പ് ചെയ്യും. നമ്മൾ മേക്ക് ഓവർ ചെയ്യുമ്പോൾ ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ ലിപ്സ്റ്റിക് ഇടുക. അപ്പോൾ നമ്മൾ അതുവരെയുള്ള ലുക്ക് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഓവർ ലുക്കായിട്ട് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ഒരു മിസ്മാച്ച് ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. ലിപ്സ്റ്റിക് ഇടാത്ത ഫേസിക്ക് നോക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷം ആൾക്ക് ഷെയ്ഡ് ആൾക്ക് മാച്ചായത് 1-2 വട്ടം ട്രയൽ ചെയ്ത് നോക്കി. പിന്നെ ആൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡ് നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുത്തു കേട്ടോ. ആൾക്ക് നല്ല ഇഷ്ടമായി ലിപ്സ്റ്റിക് ഷെയ്ഡ്. ഹെയർ ഷോർട്ടാണെങ്കിലും നല്ല തിക്ക് ഹെയർ ആയിരുന്നു കേട്ടോ. നല്ലോണം ക്രിമ്പ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്ത് കൊടുത്തത്. ബാക്കിൽ നമ്മൾ മുല്ലപ്പൂ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഒരു ഹെയർ സ്റ്റൈൽ ചെയ്ത് ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. സോ ഇതാണ് കേട്ടോ ആളുടെ ഫൈനൽ ലുക്ക്. മേക്കപ്പ് അത്യാവശ്യം കുറച്ച് ഹൈലൈറ്റ് ചെയ്തിട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചധികം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ടൈം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഫോട്ടോസും വീഡിയോസും എടുക്കാനും കുറച്ച് ടൈം കിട്ടി. യെല്ലോ ചുരിദാറായിരുന്നു ആയിഷൻ്റെ ഔട്ട്ഫിറ്റ്. അതിലേക്ക് ഷോൾ സെറ്റ് ചെയ്യാൻ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഓർഗൻസ ക്ലോത്ത് ആയിരുന്നു. അപ്പോൾ നമ്മളത് വിചാരിച്ച പോലെ സെറ്റ് ആവില്ല. അപ്പോൾ കുറച്ചധികം പിന്നെ വെച്ചിട്ടാണ് കേട്ടോ ഞാനത് സെറ്റ് ചെയ്ത് വെച്ചത്. ഡ്രസ്സൊക്കെ മാച്ചായിട്ടുള്ളൊരു സിമ്പിൾ ജ്വല്ലറി സെറ്റ് ആയിരുന്നു കേട്ടോ ആയിഷ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ സിമ്പിളായിട്ടുള്ളൊരു ചൂട്ടിയും ചുരിദാറല്ല, അപ്പോൾ ആൾക്കധികം ഓവർ ആയതുകൊണ്ടാന്ന് വെച്ചിട്ട് സിമ്പിളായിട്ടുള്ളൊരു ചൂട്ടിയും ഒരു നെക്ക് പീസും ഇയറിങ്സും ആയിരുന്നു കേട്ടോ. അതിൽക്ക് നല്ല മാച്ചും ഉണ്ടായിരുന്നു. അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു. ഈ ബ്രൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൾ നല്ലോണം കോപ്പറേറ്റ് ചെയ്തു കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാനായാലും എല്ലാത്തിനും ഭയങ്കര സഹകരണമായിരുന്നു. പിന്നെ വീട്ടുകാരായാലും നല്ല അടിപൊളിയായിരുന്നു. ഇടയ്ക്കൊക്കെ വന്നിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ നല്ല കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അങ്ങനെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഫഫനെ വിളിച്ചു കേട്ടോ. സോ ആൾ വരുന്ന സമയത്ത് ഞാൻ കുറച്ചും കൂടെ ഫോട്ടോസും എടുത്തു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വർക്കിൻ്റെ വിശേഷങ്ങൾ. നിങ്ങളുടെ വെഡ്ഡിങ് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ പാക്കേജ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റയിൽ ബ്രൈഡലി മേക്ക് ഓവറിലൊന്ന് മെസ്സേജ് ആക്കിയാൽ മതി കേട്ടോ. ഞാൻ പാക്കേജ് അയച്ചു തരാം. കൂടാതെ വാട്സപ്പ് നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അതിൽ മെസ്സേജ് ആക്കിയാൽ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണേ.